നീണ്ട ചർച്ചകൾക്കൊടുവിൽ വി ഡി സതീശൻ ക്യാബിനറ്റിന് അന്തിമ രൂപമാകുകയാണ്. 5 മണിയോടെ മന്ത്രിപ്പട്ടികയുമായി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണറെ കാണും. IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദം ഫലം കണ്ടില്ല. AK ആന്റണിയുടെ നിർണായക ഇടപെടലിൽ വയനാട്ടിൽ നിന്ന് ടി സിദ്ദിഖ് മന്ത്രിസഭയിലെത്തും. IC ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമെന്നാണ് വിവരം. PR ഗോപികൃഷ്ണൻ, R ശ്രീജിത്ത് എന്നിവർ ചേരുകയാണ്. ആദ്യം PR ഗോപികൃഷ്ണനിലേക്ക്. ഗോപി, അന്തിമ പട്ടിക ഗവർണർക്ക് സമർപ്പിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പക്ഷേ അവസാന നിമിഷവും ഈ പട്ടിക മാറി മറിയുന്നുണ്ട് വിവിധ ഇടപെടലുകൾ മൂലം, അല്ലേ? വസ്തുത ഉന്മേഷ്, ഇപ്പോൾ അന്തിമ പട്ടികയ്ക്ക് ഏതാണ്ട് രൂപമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. അതൊരു പക്ഷേ കണ്ടോൺമെന്റ് ഹൗസിലാണോ അതോ KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിലാണോ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരാനുള്ളത്. അല്പം മുൻപ് ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയ PC വിഷ്ണുനാഥ് പറഞ്ഞത് ഏതാനും കുറച്ച് സമയം കൂടി ആവശ്യമുണ്ട്, അപ്പോഴേക്കും തീരുമാനം വരും എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയൊരു ആശയക്കുഴപ്പം കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം അത് എങ്ങനെ ഉറപ്പുവരുത്തും എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്ന് IC ബാലകൃഷ്ണൻ പട്ടികവർഗ വിഭാഗത്തിൽ കൂടി പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചതോടുകൂടി വീണ്ടും ആശയക്കുഴപ്പത്തിലേക്ക് എത്തി. പിന്നീട് ഹൈക്കമാൻഡുമായി ഒരു കൺസൾട്ടേഷൻ ശേഷം ടി സിദ്ദിഖ് ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മന്ത്രിപ്പട്ടികയിൽ ഇടം നേടിയെന്ന് വിവരം വന്നിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഷാനിമോൾ ഉസ്മാന് നൽകുമോ എന്ന കാര്യത്തിലുള്ള വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഏതായാലും അധികം വൈകാതെ തന്നെ അന്തിമ പട്ടിക സംബന്ധിച്ച കാര്യങ്ങളിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും. വൈകിട്ട് 5 മണിക്ക് ഗവർണർക്ക് ഈ പട്ടിക കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാം വി ഡി സതീശൻ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യത്തിലുള്ള ഏതാണ്ട് ധാരണ ഇതിനോടകം തന്നെ ആയിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യും. അതിന് പിന്നാലെ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യും. അതോടൊപ്പം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അത് KPCC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫ് ആയിരിക്കും ഈ വകുപ്പ് കൈകാര്യം ചെയ്യുക. ടൂറിസം വകുപ്പായിരിക്കും AP അനിൽകുമാർ നൽകുക. അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ് ബിന്ദു കൃഷ്ണയ്ക്ക് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് ടി സിദ്ദിഖ് ആണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ടി സിദ്ദിഖിന് നൽകാൻ പോകുന്ന വകുപ്പ് സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല എന്നറിയുന്നു. യുവജനകാര്യ ക്ഷേമവും കായികവും അത് ചാണ്ടിയുമ്മന് നൽകും എന്നുള്ള അഭ്യൂഹങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ചാണ്ടിയുമ്മൻ ഈ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നതാണ്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേരുകൂടി പട്ടികയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം സ്പീക്കറാകാൻ പോകുന്നു. മുതിർന്ന നേതാവ് തന്നെ നിയമസഭയിൽ സ്പീക്കറാകണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഘടകകക്ഷികളുടെ കാര്യത്തിൽ ലീഗിന്റെ 5 മന്ത്രിമാരുടെ കാര്യത്തിൽ പട്ടിക പൂർത്തിയായി കഴിഞ്ഞു. നേരത്തെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇവിടെ എത്തി ആ പട്ടിക കൈമാറിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ് സ്ഥാനവുമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുക. ഈ മുസ്ലിം ലീഗിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ അതിൽ ടേം വ്യവസ്ഥ കൊണ്ടുവരുമോ എന്ന കാര്യത്തിലുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ ചില ആലോചനകൾ കൂടി നടന്നിട്ടുണ്ട്. പക്ഷേ അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. ഏതായാലും BD സർക്കാർ അധികാരമേൽക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പട്ടികയുടെ അന്തിമ രൂപം ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ തിരക്കാണ്. അധികാരത്തിലേറാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ KPCC ആസ്ഥാനം സജീവമായി പ്രവർത്തകരുടെയും അതോടൊപ്പം നേതാക്കളുടെയും സാന്നിധ്യം കൊണ്ട് സജീവമായി മാറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അല്പം മുൻപാണ് കൊടിക്കുന്നിൽ സുരേഷും PC വിഷ്ണുനാഥും ഒക്കെ ഇവിടെ നിന്ന് പോയത്. കുറച്ച് സമയം കൂടി മതി, അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നേരത്തെ പയ്യന്നൂരിൽ നിന്ന് ജയിച്ച VK കുഞ്ഞികൃഷ്ണൻ നിയുക്ത MLA ഇവിടെ വന്നിരുന്നു. അദ്ദേഹം KPCC പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തിരിച്ചിറങ്ങി പോകുമ്പോഴും പട്ടിക സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കൂടുതലൊന്നും അറിയില്ല എന്ന് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഏതായാലും നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അധികം വൈകാതെ തന്നെ ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ മന്ത്രി പട്ടികയുമായി ഗവർണറെ കാണാൻ പോകും എന്നുള്ളതാണ്. VD സർക്കാരിലെ മന്ത്രിമാരുടെ കാര്യത്തിലുള്ള ഏകദേശ രൂപമായ സ്ഥിതിക്ക് അധികം വൈകാതെ വ്യക്തമായ ചിത്രം പുറത്തുവരും എന്ന് നമുക്ക് പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.